നമസ്കാരം. കെ ടി സിയുടെ 34-ാമത്തെ എപ്പിസോഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വീണ്ടും ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു പ്രത്യേക ഫോറം പ്രിസ്ക്രൈബ് ചെയ്യാത്ത ക്ലെയിംസ് ഉൾക്കൊള്ളിക്കേണ്ട ഫോറം. അതായത് ഒരു ബില്ല് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അത് ആ ഒരു എമൗണ്ട്, ആ ഒരു കാറ്റഗറി പറയുന്നതിന് പ്രത്യേക ഒരു ഫോം പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഏത് ഫോമിലാണ്? ഇപ്പോഴത്തെ കാലത്ത് അത് ഫോം TR-42 അത് ചെയ്യേണ്ടത്. TR-42 ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം ബില്ലുകളൊക്കെ സ്പാർക്ക് മുഖാന്തരമാണ് മിക്കവാറും ചെയ്യുന്നത്. അപ്പൊ സ്പാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കാറ്റഗറി ഏതാണോ അതിനനുസരിച്ച് സ്പാർക്ക് തന്നെ ശരിയാക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും അത് ഒന്ന് പറഞ്ഞതാണ്. അടുത്ത ചോദ്യം: എൻഡോമെന്റ്സ് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട് തുറക്കാൻ ആർക്കാണ് അപേക്ഷ നൽകുന്നത്? അതായത് എൻഡോമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അയാൾക്ക് ട്രഷറിയിൽ ഒരു പേഴ്സണൽ PD അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിന് ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്? അപ്പൊ അത് ഗവൺമെന്റ് അംഗീകരിക്കണം അയാൾക്ക് അങ്ങനെ അക്കൗണ്ട്, ആ ഒരു കാര്യത്തിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ അയാള് പ്രോപ്പർ ചാനൽ വഴിക്ക് സർക്കാരിനോട് അപേക്ഷിക്കണം. അതാണ് ആൻസർ. ത്രൂ പ്രോപ്പർ ചാനൽ. ഗവൺമെന്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. ത്രൂ പ്രോപ്പർ ചാനലായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ: ട്രഷറിയിൽ ഹാജരാക്കുന്ന എല്ലാ ബില്ലുകളിലും ക്ലാസിഫിക്കേഷൻ കാണിക്കുന്നതാണ്. ഓട്ടോമാറ്റിക് ബില്ല് പ്രോസസ് ചെയ്യുന്നിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ഈ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ബില്ലിൽ കാണിക്കേണ്ട ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് മേജർ ഹെഡ് ഉണ്ട്, മൈനർ ഹെഡ് ഉണ്ട്, സബ് ഹെഡ് ഉണ്ട്, ഡീറ്റെയിൽഡ് ഹെഡ്. 4 ശരിക്കും ഉള്ളത്: മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടോ. ഇത് ക്ലാസ് ഈ ഹെഡിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഏതൊക്കെയാണ്? മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. ഓക്കെ. ഒരു ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്നും, അടുത്ത ചോദ്യം, പിടിക്കാൻ ഒരു കോടതി ഉത്തരവ് വന്നപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ, ഏതെങ്കിലും എന്ത് കേസിലും ആയിക്കോട്ടെ, ഒരു റിക്കവറി നടത്താൻ കോടതി ഉത്തരവ് വന്നു ഉള്ളപ്പോൾ, നിലവിൽ ഒരു കോടതി ഉത്തരവ് ഉള്ളപ്പോൾ രണ്ടാമതൊരു കോടതി ഉത്തരവ് കൂടി വന്നു. അയാൾ ആദ്യത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു, അയാൾക്ക് അത് റിക്കവറി നടത്താൻ വേണ്ടി ട്രഷറി ഒരു ഉത്തരവിട്ടു. അതിപ്പം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണ്ടേ വേറൊരു കേസിൽ അതിലും റിക്കവറി നടത്തണമെന്ന് കോടതി ഉത്തരവിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. അപ്പോൾ റിക്കവറിക്ക് ഇത്ര പെർസെൻറ്റേജ് വരെ ഒരാളുടെ ശമ്പളത്തിൽ നിന്ന് റിക്കവറി നടത്താൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ ആ പെർസെൻറ്റേജ് കടന്നു പോകാതെ 2 ക്വാർട്ടർ ഓർഡർ പ്രകാരവും തുക പിടിക്കാവുന്നതാണ്. ആ റിക്കവറി നടത്തുന്ന മാക്സിമം പെർസെൻറ്റേജ് ഉണ്ട്. ആ മാക്സിമം പെർസെൻറ്റേജ് കടന്നു പോകാതെ റിക്കവറി നടത്തണം എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിൽ നിന്നും പിടിക്കാം. അടുത്ത ചോദ്യം: ക്യാഷ് ബുക്കിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ അത് ശരിയാക്കേണ്ടത് ഏത് മാർഗത്തെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്യാഷ് ബുക്ക് എല്ലാ ഓഫീസുകളിലും, പണം കൈകാര്യം ചെയ്യുന്ന എല്ലാ ഓഫീസുകളിലും നിർബന്ധമായും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് ക്യാഷ് ബുക്ക്. അപ്പൊ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാഷ് ബുക്ക് നോക്കിയാൽ ആ ഓഫീസ് പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഹയർ ഓഫീസർമാർ ഇൻസ്പെക്ഷൻ വന്നാൽ ആദ്യം ചിലപ്പം ചോദിക്കുക ക്യാഷ് ബുക്ക് ആയിരിക്കും. ക്യാഷ് ബുക്ക് എടുക്കുമെന്ന് പറയും. അപ്പൊ ക്യാഷ് ബുക്ക് 2 ആഴ്ചത്തെ എഴുതാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ടല്ല പോകുന്നത് എന്നാണ്. അത് നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ക്യാഷ് ബുക്ക്. അങ്ങനെ ക്യാഷ് ബുക്കിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ, നമ്മൾ ക്യാഷ് ബുക്ക് എഴുതി കറക്റ്റായിട്ട് എഴുതി അതിലൊരു തെറ്റ് കണ്ടുപിടിച്ചാൽ അത് എങ്ങനെയാ ശരിയാക്കേണ്ടത്? ക്യാഷ് ബുക്കിൽ തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. അതിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയി നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വിശദീകരണമൊക്കെ ചോദിക്കും. അപ്പോൾ എന്നാലും ഒരു തെറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയാക്കണമെന്ന് ചിരണ്ടി വൈറ്റ്നർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. തെറ്റായ ഫിഗർ വിട്ടുക, അത് ചുവന്ന മഷിയിൽ നിന്നിട്ട് അതിന്റെ മുകളിൽ ശരിയായ ഫിഗർ ഏതാണെന്ന്, സംഖ്യകളായിരിക്കുമല്ലോ തെറ്റുണ്ടാവുക, തെറ്റായ ഫിഗർ ഒന്ന് വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വരയിടുക. അതിന്റെ മുകളിൽ ചുവന്ന മഷി കൊണ്ട് ശരിയായ ഫിഗർ രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ ഓഫീസ് മേധാവി അവിടെ ഇനീഷ്യൽ ചെയ്ത് ഡേറ്റഡ് ഇനീഷ്യൽ ചെയ്യാം. കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് ചെയ്തു. നമ്മൾ തെറ്റ് കണ്ടുപിടിച്ചാൽ
അതെല്ലാം മായ്ച്ചപ്പോൾ ഒരു നിഗൂഢതയാവും. വൈറ്റ്നർ വെച്ചാൽ അതൊരു നിഗൂഢതയാവും. വെട്ടുക, ചുവന്ന മഷിയിൽ കറക്റ്റായത് എഴുതുക, പിന്നെ ഡ്രോയിങ് ഓഫീസർ അല്ലെങ്കിൽ ഓഫീസ് മേധാവി അത് ഡേറ്റഡ് ഇനീഷ്യൽ ചെയ്യുക. അങ്ങനെയാണ് ഈ ക്യാഷ് ബുക്കിൽ തെറ്റ് വന്നാൽ തിരുത്തേണ്ടത്. അടുത്ത ചോദ്യം, പുതിയ ഒരു ക്യാഷ് ബുക്ക് നിലവിൽ കൊണ്ടുവരുമ്പോൾ ഓഫീസ് മേധാവി, അപ്പോൾ ഒരു ക്യാഷ് ബുക്ക് തീർന്നു അല്ലെങ്കിൽ പുതിയൊരു ക്യാഷ് ബുക്ക് എടുക്കുമ്പോൾ ഓഫീസ് മേധാവി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ബുക്ക് അത്ര വാല്യുബിൾസ് ആയിട്ടുള്ള, അത്രയും ആധികാരികമായിട്ടുള്ള ഒരു രേഖ എന്ന് പറയുന്ന ഒരു ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ അതിലെ പേജുകൾ എണ്ണി തിട്ടപ്പെടുത്തണം. അത് മൊത്തം, എന്നിട്ട് ഓരോ പേജിനും നമ്പർ ഇടണം. ബുക്ക് എടുക്കുക, അതിൽ ഓരോ പേജിനും ഏറ്റവും മുകളിലായിട്ട് നമ്പർ ഇടണം. അതിനുശേഷം അത് സർട്ടിഫൈ ചെയ്യണം. എന്നിട്ട് ഈ ട്രഷറി ഓഫീസർ, ഈ എടുത്തയാള്, ക്യാഷ് ബുക്ക് ഹാൻഡിൽ ചെയ്യുന്നയാള് അതിൽ ഒപ്പിടണം. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇപ്പോൾ 35 പേജുള്ള ഒരു അല്ലെ 75 പേജുള്ള ബുക്കാണെങ്കിൽ 75 പേജിൽ നമ്പർ ഇടും, 75. അപ്പം നമ്മൾ എഴുതും. എന്നിട്ട് ഏറ്റവും ഫ്രണ്ട് പേജിൽ ഒരു സർട്ടിഫിക്കറ്റ് എഴുതും. അതായത് സർട്ടിഫൈഡ് ദാറ്റ് ദിസ് ബുക്ക് കണ്ടെയ്ൻസ് 75 പേജസ് സീരിയലി നമ്പേർഡ് ഫ്രം 1 to 75 അടിയിലോട്ട്. അപ്പോൾ ഒരു പേജിൽ കയറി പോവുക, അത് മാൽ പ്രാക്ടീസ് ഒന്നും നടക്കില്ല. അതൊക്കെ കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്പർ ഇടുന്നത്. എന്നിട്ട് സർട്ടിഫൈ ചെയ്യും. അടുത്ത ചോദ്യം, ഓരോ ഓഫീസ് മേധാവിയും ക്യാഷ് നീക്കിയിരിപ്പ് പരിശോധിക്കേണ്ടത് എപ്പോഴാണ്? ഓഫീസ് മേധാവി പരിശോധിക്കേണ്ടത് ഒരു മാസത്തിന്റെ അവസാനത്തിലാണ്. അടുത്ത ചോദ്യം, ഓഫീസ് മേധാവി ടൂറിലാണെങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥന് ക്യാഷ് ബുക്കും നീക്കിയിരിപ്പും ശരിയാണോ എന്ന് പരിശോധിക്കുന്നത്. ഓഫീസ് മേധാവി ടൂർ കഴിഞ്ഞ് വരുമ്പോൾ ഈ പ്രക്രിയ ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. തിരിച്ചു വരുമ്പോൾ ക്യാഷ് ബുക്ക് പരിശോധിച്ച് അറ്റസ്റ്റ് ചെയ്യുകയും നീക്കിയിരിപ്പ് തിട്ടപ്പെടുത്തി സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തുകയും വേണം. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓഫീസ് മേധാവി അത് തിരിച്ചു വരുമ്പോൾ ചെയ്തിരിക്കണം എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, സ്വകാര്യ വ്യക്തികൾ ആവശ്യമുള്ള ചെലാൻ ഫോംസ് ട്രഷറിയിൽ നിന്നും വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് എവിടെ നിന്ന് കൈപ്പറ്റുന്നു? വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ചെലാൻ ഫോം കൊടുക്കുക, ഒരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡിന്. അവിടെ നിന്നാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് എവിടെ വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് കൈപ്പറ്റുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. ആ ചെലാനും ഒക്കെ കൈപ്പറ്റുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് ആവശ്യമുള്ള ചെലാൻ ഫോംസ് അത് സർക്കാർ പ്രസിൽ നിന്നാണ് കൈപ്പറ്റുന്നത്. അടുത്ത ചോദ്യം, ഒരു ചെലാനിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ ഏത് തീയതി വരെ അത് വാലിഡ് എന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനുശേഷം ട്രഷറിയിൽ ഹാജരാക്കിയാൽ, ഒരു ചെലാൻ അതിന്റെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു, അത് വാലിഡ് ഫോർ ടിൽ ഇന്ന ഡേറ്റ് എന്ന് വെച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ട്രഷറിയിൽ ഹാജരാക്കിയാൽ അത് എന്ത് ചെയ്യണമെന്നാണ്. അത് ആ ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർ റീവാലിഡേറ്റ് ചെയ്യണം. ഓൾറെഡി അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റ് വരെ വാലിഡിറ്റി ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹാജരായി കഴിഞ്ഞാൽ ആ ചെലാൻ അത് റീവാലിഡേറ്റ് ചെയ്യാന്ന് പറയും. അത് വീണ്ടും വാലിഡ് ആക്കി മാറ്റിയാൽ മാത്രമേ ട്രഷറിയിൽ സ്വീകരിക്കാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം, ഒരു PWD ഉദ്യോഗസ്ഥൻ ട്രഷറിയിൽ പണമോ ചെക്കോ അടയ്ക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ് ഏതാണ്? ഈ PWD ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് ഉള്ള കുറെ കൺസെഷൻസ് ഉണ്ട്. അതായത് PWD ഓഫീസർമാർ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ട്രഷറിയിൽ പണമടയ്ക്കല്, ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കല്, അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് PWD. അപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥര് ട്രഷറിയിൽ പണമോ ചെക്കോ അടയ്ക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ് ഏതാണ്? അതിന് റെമിറ്റൻസ് ബുക്ക് എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. PWDയിൽ ആൾക്കാർ പണം അടയ്ക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന രജിസ്റ്റർ ഏതാണ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഏതാണ്? അതിനാണ് റെമിറ്റൻസ് ബുക്ക്. അത് TR 15 ആ റെമിറ്റൻസ് ബുക്ക് ഉള്ളത്. ആ TR 15 പ്രകാരമുള്ള റെമിറ്റൻസ് ബുക്ക് ആണ്. അടുത്ത ചോദ്യം, എല്ലാ ട്രഷറിയിലും അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ വെക്കേണ്ടത് ഏത് കാലാവധിക്കാണ്? അപ്രോപ്രിയേഷൻ കൺട്രോളർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റിൽ നിശ്ചയിച്ചിട്ടുള്ള തുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു പ്രവൃത്തിക്ക് ബഡ്ജറ്റിൽ ഇത്ര രൂപ, 1 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത് ആ എമൗണ്ട് എക്സീഡ് ചെയ്യാൻ
എമൗണ്ടിന് അധികമാവാൻ പാടില്ല വിഡ്രോവൽ ഒരിക്കലും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അപ്രോപ്രിയേഷൻ കൺട്രോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനൊരു രജിസ്റ്റർ വെക്കുന്നുണ്ട്. അത് ഏത് കാലത്തേക്കാവും? അത് ഓരോ ഫിനാൻഷ്യൽ ഇയറിലേക്കും വേണ്ടിയിട്ടാണ്. ആൻസർ, ഓരോ ഫിനാൻഷ്യൽ ഇയറിലേക്കും വേണ്ടി ട്രഷറിയിൽ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ വെക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഓഫീസ് മാനുവൽ അച്ചടിക്കാനുള്ള ചെലവ് വകയിരുത്തുന്ന ഹെഡ്. ഓഫീസ് മാനുവൽ അച്ചടിക്കലാണ്. അപ്പൊ അതിന്റെ ഹെഡ് എന്താണെന്നാ ചോദ്യം. ആ ഹെഡ് പബ്ലിക്കേഷൻ ആണ്. പബ്ലിക്കേഷൻ എന്ന ഹെഡിൽ നിന്നാണ് ഈ ഓഫീസ് മാനുവൽ അച്ചടിക്കാനുള്ള ചെലവ് വഹിക്കുന്നത്. അടുത്ത ചോദ്യം, അസാധാരണമായ ഒരു സാഹചര്യത്തിൽ ഒരു വൗച്ചറിന് സപ്പോർട്ടായി പണം കറ്റിയ വ്യക്തിയുടെ രസീത് ലഭ്യമാക്കാൻ പറ്റിയില്ല. പണം കൈപ്പറ്റിയ ഒരു വ്യക്തിയുടെ റെസീറ്റ് വാങ്ങാൻ പറ്റിയില്ല. അതൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിലായിരുന്നു, ഒരു അസാധാരണമായ സാഹചര്യത്തിലായിരുന്നു അത്. അങ്ങനെയെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ആൻസർ ഇതാണ്. ഡിസ്ബേഴ്സിംഗ് ഓഫീസർ, അതായത് പണം കൊടുത്തയാള്, ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പേയ്മെന്റ് രേഖപ്പെടുത്തിയിട്ട് മേലുദ്യോഗസ്ഥന്റെ കൂടി ഒപ്പുവാങ്ങുക. അയാൾ മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെ പണം കൊടുത്തു എന്ന് ഒരു സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ട് ഇയാളുടെ മേലെയുള്ള ഉദ്യോഗസ്ഥന്റെ കൂടി ഒപ്പുവാങ്ങുക. അടുത്ത ചോദ്യം, രജിസ്റ്റർ ഓഫ് റിക്കവറീസ് ട്രഷറിയിൽ സൂക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം. ട്രഷറിയിൽ സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്ററാണ് രജിസ്റ്റർ ഓഫ് റിക്കവറീസ്. അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യം. അതിന്റെ ഉദ്ദേശം ഇതാണ്: AG തിരിച്ചു പിടിക്കാൻ ആവശ്യപ്പെടുന്ന കേസസ് ഈ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ട് രേഖപ്പെടുത്തി വേണ്ട നടപടികൾക്കായിട്ട് വേണ്ടിയിട്ടാണ് ആ രജിസ്റ്റർ ഓഫ് റിക്കവറീസ് ട്രഷറിയിൽ സൂക്ഷിക്കുന്നത്. അത് AGയുടെ ഡയറക്ഷനിൽ പ്രകാരം ഒരാളിൽ നിന്ന്, ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് പണം തിരിച്ചു പിടിക്കുന്ന കാര്യമൊക്കെ രേഖപ്പെടുത്തുന്നത് രജിസ്റ്റർ ഓഫ് റിക്കവറീസിലാണ്. അടുത്ത ചോദ്യം, റൂൾ അനുശാസിക്കുന്ന രേഖകൾ കാലാവധി കഴിഞ്ഞ ശേഷം നശിപ്പിക്കാൻ ആരുടെ ഉത്തരവ് വേണം? നിയമപ്രകാരം ചില രേഖകൾ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ നശിപ്പിക്കാം. അതിന് ആരുടെ ഉത്തരവ് വേണം എന്നാണ് ചോദ്യം. അത് അക്കൗണ്ടന്റ് ജനറലിന്റെ ഉത്തരവ് വേണം. അടുത്ത ചോദ്യം, ഒരു വൗച്ചറിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിന് വൗച്ചർ എന്ന് പറയാം? ഒന്ന്, വ്യക്തമായ ഒരു പേ ഓർഡർ ഉണ്ടായിരിക്കണം. രണ്ട്, പേ ഓർഡറിൽ അക്കത്തിലും അക്ഷരത്തിലും സംഖ്യകൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. മൂന്ന്, അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ മഷിയിലുള്ള കയ്യൊപ്പ് ഉണ്ടായിരിക്കണം. അതായത് ഫോട്ടോ കോപ്പിയോ വേറെ രീതിയിൽ ഉണ്ടാവരുത്. എല്ലാം കയ്യൊപ്പ്, മഷിയിൽ നേരിട്ടുള്ള കയ്യൊപ്പ് ഉണ്ടായിരിക്കണം. വ്യക്തമായ പേ ഓർഡർ ആയിരിക്കണം. ആ പേ ഓർഡറിൽ സംഖ്യ അക്ഷരത്തിലും അക്കത്തിലും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു വൗച്ചർ എന്ന് പറയാം. അടുത്ത ചോദ്യം, ട്രഷറേഴ്സ് ക്യാഷ് ബുക്ക് ഓഫ് ഡെയിലി ബാലൻസ് ഷീറ്റ്. ട്രഷററുടെ ക്യാഷ് ബുക്ക് ഓഫ് ഡെയിലി ബാലൻസ് ഷീറ്റ് ക്യാഷ് ബുക്ക് സൂക്ഷിക്കേണ്ട കാലാവധി എത്രയാണ്? 20 വർഷമാണ് അത് സൂക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഡെയിലി സ്ക്രോൾസ് റിസീവ്ഡ് ഫ്രം ദ ബാങ്ക് സൂക്ഷിക്കേണ്ട കാലാവധി. ബാങ്കിൽ നിന്ന് ദിവസേന ലഭിക്കുന്ന ഡെയിലി സ്ക്രോൾസ് അത് എത്ര കാലം സൂക്ഷിക്കണം എന്നാണ് ചോദ്യം. അത് 3 വർഷമാണ് സൂക്ഷിക്കേണ്ട കാലാവധി. അടുത്ത ചോദ്യം, every item of revenue deposit should be recorded in the name of person from whom it is received in form. TA 13 ആണ്. TA ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുറെ നമുക്ക് അറിയുന്നതാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ് ഈ TA ഫോംസ് ഒക്കെ തന്നെ. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലെ രസീതുകളും പേയ്മെന്റുകളും
സ്റ്റേറ്റ് ട്രഷറിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദി ഹെഡ് ഓഫ് അക്കൗണ്ട് അക്കൗണ്ട്സ് വിത്ത് ദ റിസർവ് ബാങ്ക് ആസ് റിക്വയർഡ് ഇൻ. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സ് സ്റ്റേറ്റ് ട്രഷറിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് അത് എവിടെ ക്രെഡിറ്റ് ചെയ്യണം? അക്കൗണ്ട്സ് വിത്ത് ദ റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഒന്നിൽ ക്രെഡിറ്റ് ചെയ്യണം. അക്കൗണ്ട്സ് വിത്ത് ദ റിസർവ് ബാങ്ക് ആ പറയുന്നതിൽ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിള് ഏതാണ്? അത് ആർട്ടിക്കിൾ 11 കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ആർട്ടിക്കിൾ 11. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണത്. അടുത്ത ചോദ്യം, ആസ് പെർ ദി ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് മെയ്ഡ് ബൈ ഇന്റൻഡിങ് ടെൻഡേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് നോട്ട് ബി കാരിഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. അത് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഒരു ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് EMD അല്ലെങ്കിൽ ടെൻഡർ വിളിക്കാൻ അടച്ചിട്ടുള്ള നിരത ദ്രവ്യം യാതൊരു കാരണവശാലും ആ വകുപ്പിന്റെ വരുമാനമായിട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. അത് ആർട്ടിക്കിൾ 15 കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ആർട്ടിക്കിൾ 15. അടുത്ത ചോദ്യം, ഒരു സർക്കാരിന്റെ 2 ട്രസ്റ്റുകൾക്കിടയിൽ നേരിട്ടോ നമ്മൾ പറഞ്ഞതാണ് കറൻസി ചെസ്റ്റുകൾ വഴിയോ നടത്തുന്ന പണമടയ്ക്കൽ ഏത് രീതിയിൽ തരംതിരിക്കണം? ലോക്കൽ റെമിറ്റൻസ് ആണ്, ലോക്കൽ റെമിറ്റൻസ്. അടുത്തത്, റെമിറ്റൻസ് മെയ്ഡ് ബിറ്റ്വീൻ 2 ട്രഷറീസ് അണ്ടർ ഡിഫറെന്റ് ഗവൺമെന്റ്സ്. 2 ഗവൺമെന്റുകൾ തമ്മിലുള്ള റെമിറ്റൻസ് ആണെങ്കിൽ അത് ഫോറിൻ റെമിറ്റൻസ് ആയിട്ടും നമ്മൾ കണക്കാക്കണം. ഒരു സംസ്ഥാന സബ് ട്രഷറിയിലെ കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകൾ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു. ഒരു സംസ്ഥാനത്തുള്ള സബ് ട്രഷറിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകൾ എങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യണം? അപ്പോ ഡിസ്ട്രിക്ട് ട്രഷറിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഒരു ട്രഷറി ഓഫീസർക്ക് പണമടയ്ക്കലിന്റെ റെമിറ്റൻസ്, പണമടയ്ക്കലിന്റെ അല്ലെങ്കിൽ റെമിറ്റൻസിന്റെ ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ച് സംശയമുണ്ട്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് സംശയം പലതായിരിക്കാം. വെദർ ദ റെമിറ്റൻസ് ഈസ് ലോക്കൽ, ഫോറിൻ ഓർ കറൻസി. ലോക്കൽ റെമിറ്റൻസ് ആണോ, ഫോറിൻ റെമിറ്റൻസ് ആണോ, കറൻസി റെമിറ്റൻസ് ആണോ എന്ന് സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നത് ആരാണ്? അത് ക്ലിയർ ചെയ്യുന്നത് കറൻസി ഓഫീസറാണ്. നമ്മുടെ കറൻസി ഓഫീസർ ചെന്നൈയിലാണ്. അടുത്ത ചോദ്യം, റീഫണ്ട് ഓഫ് എലക്ഷൻ ഡിപ്പോസിറ്റ്സ് ഷുഡ് ബി ഓതറൈസ്ഡ്. ആരാണ് എലക്ഷൻ ഡിപ്പോസിറ്റ് റീഫണ്ട് ചെയ്യേണ്ടത്? സിമ്പിൾ ചോദ്യമാണ്. റിട്ടേണിംഗ് ഓഫീസർ കൺസേൺഡ് ആണ്. ആ മണ്ഡലത്തിന്റെ റിട്ടേണിംഗ് ഓഫീസറാണ്. ഡിപ്പോസിറ്റ്സ് ഓൺ ചലഞ്ച് വോട്ട്സ് ഷുഡ് ബി മെയ്ഡ് ഇൻ. അത് നമ്മൾ വീണ്ടും വന്നു, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതായത് ചലഞ്ചഡ് വോട്ട്, അതായത് ഒരു വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരാളുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ചോ അത്തരം കാര്യങ്ങളിലോ ഒരു ചലഞ്ച് ഒരു ബൂത്ത് ഏജന്റിന് ഒരു ഉന്നയിക്കണമെങ്കിൽ, ഒരു ചലഞ്ച് ഉന്നയിക്കണമെങ്കിൽ 10 രൂപ, ഇപ്പൊ 10 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 10 രൂപ ഫീസ് അടച്ചിട്ട് മാത്രമേ ആ ചലഞ്ച് ഉന്നയിക്കാൻ പാടുള്ളൂ. ആ ചലഞ്ച് ശരിയാകുകയാണെങ്കിൽ ആ 10 രൂപ ഇയാൾക്ക് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഇത് ട്രഷറിയിൽ അടയ്ക്കും. അങ്ങനെയാ റൂള്. അപ്പൊ അതാണ് ഡിപ്പോസിറ്റ് ഓൺ ചലഞ്ചഡ് വോട്ട്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാവണമെന്ന ചോദ്യം. അത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അടുത്ത ചോദ്യം, റീഫണ്ട് ഓഫ് റവന്യൂ ഷാൽ as a general rule be taken as the dash revenue deposit. Reduction against the revenue deposit. റീഫണ്ട് ഓഫ് റവന്യൂ, അതായത് റവന്യൂവിൽ ഉണ്ടാവുന്ന റീഫണ്ടുകൾ റവന്യൂ ഡിപ്പോസിറ്റിൽ നിന്ന് തന്നെ കുറയ്ക്കണം എന്നാ പറഞ്ഞത്. റീഫണ്ട് ഓഫ് റവന്യൂ ഷാൽ ആസ് എ ജനറൽ റൂൾ ബി ടേക്കൺ ആസ് ഡാഷ് ദ റവന്യൂ ഡിപ്പോസിറ്റ് എന്ന ചോദ്യം. അപ്പോ ആൻസർ റിഡക്ഷൻ അഗെയിൻസ്റ്റ് റവന്യൂ ഡിപ്പോ. അപ്പൊ റവന്യൂയിലെ ഒരു റീഫണ്ട് എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പോസിറ്റിൽ നിന്ന് തന്നെ റിഡക്ഷൻ നടത്തണം. ഓക്കെ. അടുത്ത ചോദ്യം, എലക്ഷൻ ഡിപ്പോസിറ്റ്സ് പെയ്ഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് കാൻഡിഡേറ്റ്സ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദ ഹെഡ്. അതായത് എലക്ഷനുമായി ബന്ധപ്പെട്ട ഡിപ്പോസിറ്റുകൾ ഏത് ഹെഡിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അത് ആൻസർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ എലക്ഷൻ ഡിപ്പോസിറ്റ്.
വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ആ ചോദ്യം മൂന്നാമത്തെ തവണ വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എലക്ഷൻ ഡിപ്പോസിറ്റ്. അതിലൊരു വാക്ക് പോലും പോകരുത് കേട്ടോ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഡിപ്പോസിറ്റ് എന്ന് പോലും ആവരുത്. എന്തായിരിക്കണം? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എലക്ഷൻ ഡിപ്പോസിറ്റ്സ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മൾ ഇനി ഫോംസിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ആ ഫോംസിലേക്ക് നമ്മൾ കടക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് ഫോംസ് ഞാൻ പറയട്ടെ വെറുതെ. ഓൾട്രേഷൻ മെമ്മോറാണ്ടം ഈസ് പ്രിപ്പയർഡ്. TA 8 റോമൻ ലെറ്റർ 8 ആണ് കേട്ടോ ഓൾട്രേഷൻ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്. രണ്ടാമത്തത്, അടുത്ത ചോദ്യം, രജിസ്റ്റർ ഓഫ് റെസീറ്റ്സ് ഇൻ ദ ട്രഷറി ഇൻ ഫോം TA 1 ആണ്. ട്രഷറി ഫോംസ് എല്ലാം നമ്മൾ അതുപോലെ ചെയ്താൽ മതി. അപ്പൻഡിക്സ് നോക്കി ഫോമിന്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കത് വ്യക്തമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അടുത്ത ചോദ്യം, റെമിറ്റൻസ് ഓഫ് കോയിൻ ബൈ സീ ഷാൽ ഓർഡിനറിലി ബി സെൻഡ്. അതായത് കോയിൻസ്, കടൽ മാർഗം അയക്കുന്ന കോയിൻസ് എങ്ങനെയാണ് അയക്കുക? ഒന്നുകിൽ ഡാഷ് ഓർ അറ്റ് ദ ഷിപ്പിംഗ് കമ്പനീസ് റിസ്ക് വിത്തൗട്ട് ആൻ എസ്കോട്ട്. ഒന്നുകിൽ അത് ഇന്ന പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ എസ്കോട്ട് ഇല്ലാതെ അയക്കാം. രണ്ട് കാര്യത്തിൽ ചെയ്യാം. അതിലൊന്ന് ഏതാണെന്നാണ് ചോദ്യം. റെമിറ്റൻസ് ഓഫ് കോയിൻ ബൈ സീ ഷാൽ ഓർഡിനറിലി ബി സെൻഡ് ഡാഷ് ഇൻഷുർഡ്. അതാണ് ആൻസർ. ഒന്നുകിൽ ഇൻഷുർ ചെയ്തിട്ട് അയക്കുക, അല്ലെങ്കിൽ ഓർ അറ്റ് ദ ഷിപ്പിംഗ് കമ്പനീസ് റിസ്ക് വിത്തൗട്ട് ആൻ എസ്കോട്ട് ഇല്ലാതെ അയക്കുമ്പോൾ ഒന്നുകിൽ ഷിപ്പിംഗ് കമ്പനിയുടെ ഉത്തരവാദിത്തത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഇൻഷുർ ചെയ്തിട്ടായിരിക്കണം. ക്ലാസ് ഓഫ് പേയ്മെന്റ്, അടുത്ത ചോദ്യം, ക്ലാസ് ഓഫ് പേയ്മെന്റ് വിച്ച് മേ ബി മെയ്ഡ് അറ്റ് ദ സബ് ട്രഷറീസ് വിത്തൗട്ട് ദ എക്സ്പ്രസ് പേ ഓർഡർ ഓഫ് ദി ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ. സബ് ട്രഷറികളിൽ ജില്ലാ ട്രഷറി ഓഫീസറുടെ എക്സ്പ്രസ് പേ ഓർഡർ ഇല്ലാതെ പേയ്മെന്റ് നടത്താൻ കഴിയുന്ന ക്ലാസ് ഏതൊക്കെയാണ്? അതാണ് ചോദ്യം. ജില്ലാ ട്രഷറി ഓഫീസറുടെ എക്സ്പ്രസ് പേ ഓർഡർ ഇല്ലാതെ പേയ്മെന്റ് നടത്താൻ കഴിയുന്ന ക്ലാസ് സബ് ട്രഷറികൾക്ക് പേയ്മെന്റ് നടക്കാൻ കഴിയുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണ് എന്നാണ്. ഒന്ന്, റീഫണ്ട്സ് ഓഫ് മജിസ്റ്റീരിയൽ ഫൈൻ റീഫണ്ട് ആണ് ഒന്ന്. രണ്ട്, റീഫണ്ട്സ് ഓഫ് ദി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് റീഫണ്ട്സും റീഫണ്ട്സ് ഓഫ് മജിസ്റ്റീരിയൽ ഫൈൻസും ആണ് അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, no authorization from the dash shall be necessary for the drawal of amounts by the government for the repayment of principal or payment of interest in respect of loans raised by government. ഗവൺമെന്റ് എടുത്ത ഒരു ലോണിന്റെ പുറത്തുള്ള മുതലിലോ പലിശയിലേക്കോ പണം പിൻവലിക്കുന്നതിന് ആരുടെ അനുമതി ആവശ്യമില്ല, ആരുടെ ഓതറൈസേഷൻ ആവശ്യമില്ല എന്നാണ് ചോദ്യം. നോ ഓതറൈസേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദി ആരാണ്? അക്കൗണ്ടന്റ് ജനറലിന്റെ അനുവാദം, ഓതറൈസേഷൻ അക്കാര്യത്തിൽ ആവശ്യമില്ല. അടുത്ത ചോദ്യം, ദ നെറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ റെസീറ്റ്സ് ആൻഡ് ടോട്ടൽ പേയ്മെന്റ്സ് ആർ ഷോൺ ഇൻ ബാങ്ക്സ് ഡെയിലി സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി പോസ്റ്റഡ് ഇൻ എ സബ്സിഡിയറി രജിസ്റ്റർ കോൾഡ്. ഇത് നമ്മൾ രണ്ടാം തവണയാണ് ഈ ചോദ്യം വരുന്നത്. ഒരു ബാങ്കിന്റെ ഡെയിലി സ്റ്റേറ്റ്മെന്റിൽ ഡെയിലി സ്റ്റേറ്റ്മെന്റിലെ
ടോട്ടൽ റെസീറ്റിന്റെയും ടോട്ടൽ പേയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്, ടോട്ടൽ റെസീറ്റിന്റെയും ടോട്ടൽ പേയ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എവിടെയുള്ളത്? ഒരു ബാങ്ക് ഡെയിലി സ്റ്റേറ്റ്മെന്റ് ആർക്ക് കൊടുക്കും? ട്രഷറിക്ക് കൊടുക്കും. ആ സ്റ്റേറ്റ്മെന്റിലുള്ള വ്യത്യാസം പോസ്റ്റ് ചെയ്യേണ്ട രജിസ്റ്റർ ഏതാണ്? ആ പോസ്റ്റ് ചെയ്യേണ്ട സബ്സിഡിയറി രജിസ്റ്റർ ഏതാണ് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ്സ്. രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് എന്നാണ് അതിന്റെ ആൻസർ. അടുത്ത ചോദ്യം, എവരി ട്രഷറി ഫ്രം വിച്ച് റവന്യൂസ് അഡ്വാൻസ് ആർ മെയ്ഡ് വൺ ഓർ മോർ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം ഇൻ ഫോം ഷുഡ് ബി കെപ്റ്റ്. ഒന്നുമില്ല, പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിന്റെ ഫോം ഏതാണെന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. അത് TA 33. Drafts which are outstanding for more than dash months can be paid only after obtaining the necessary confirmation from the drawing office. ഡ്രോയിങ് ഓഫീസിൽ നിന്ന് ആവശ്യമായ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു ഡ്രാഫ്റ്റിന്റെ മേലെയുള്ള പണം കൊടുക്കാവൂ. എത്ര കാലം കഴിഞ്ഞാൽ? എത്ര കാലം കഴിഞ്ഞാലാണ് ഒരു ഡ്രാഫ്റ്റിന്റെ മേലെ പണം കൊടുക്കുന്നത്? അതിന്റെ ഡ്രോയിങ് ഓഫീസിൽ നിന്ന് ആവശ്യമായ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് 6 മാസത്തിന് ശേഷമുള്ള ഡ്രാഫ്റ്റിലാണ് അക്കാര്യം ഉള്ളത്. If anyone, അടുത്ത ചോദ്യം, if anyone apply for payment of a lapsed draft, he should be directed to address the ARC. അതാണ് ഒരു ലാപ്സ്ഡ് ഡ്രാഫ്റ്റിൽ പണം കിട്ടണമെങ്കിൽ ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്? ലാപ്സ്ഡ് ഡ്രാഫ്റ്റിന്റെ പണം കിട്ടണമെങ്കിൽ കറൻസി ഓഫീസർക്കാണ് അതിന് വേണ്ട ഉത്തരവിടാനുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് അരമണിക്കൂറായി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ചെയ്യാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് KTC എന്ന പേപ്പർ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് ക്വസ്റ്റ്യൻ പിന്നെ ചെയ്യുക. അടുത്ത ഫിനാൻഷ്യൽ കോഡിലേക്ക് കടക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും കഴിയുന്നത്ര ആൾക്കാർ ഇത് ഷെയർ ചെയ്യണം. കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ വേണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു പങ്കാളിത്തം കൂടി, ഒരു പ്രോത്സാഹനം ഉള്ളപ്പോഴാണ് ഇതിനൊരു കൂടുതലായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു മോട്ടിവേഷൻ എനിക്ക് ഉണ്ടാവുന്നുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.